സത്യമായിട്ട് എൻ്റെ ഫസ്റ്റ് ഡേ ഞാൻ അശോകൻ ചേട്ടൻ കാണുമ്പോൾ അശോകൻ ചേട്ടൻ ഈ പറഞ്ഞ പോലെ പിണങ്ങിയിരിക്കണം, എന്നോട് ഇഷ്ടമല്ലാതെ ഇരിക്കണം, ഞാനാണ് തൊട്ടിപ്പുറത്ത് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ട്രെയിലർ കണ്ടപ്പോഴാണ് അശോകൻ ചേട്ടൻ ചെയ്ത ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ തന്നെയാണ് ഒട്ടും ബ്രേക്ക് ചെയ്തിട്ടില്ല, ആ സീൻ മാത്രമാണ് ഞാനും അശോകൻ ചേട്ടനും മാത്രം ഒരുമിച്ച് ചെയ്തുള്ളൂ. അങ്ങനെ പിന്നീട് ഷോട്ട് എടുക്കാൻ നേരത്ത് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് കുറേ ദിവസം ഇങ്ങനെ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സംശയമായി, ഞാൻ പുരുഷോത്തമനായോ? അല്ല ഫസ്റ്റ് ടേക്ക് ഓക്കെ എന്ന് പറഞ്ഞ ചെറുക്ക് അതേയുണ്ട് പഴയത്, അത് ഞാൻ പറയുന്നില്ല ഇപ്പോൾ എന്തെടുത്താലും ഫസ്റ്റ് ടേക്ക് ഓക്കെ ഒരു ആർട്ടിസ്റ്റ്. അപ്പൊ അയാളിൽ നിന്ന് അതേ കിട്ടുള്ളൂ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ആ കാറ്റഗറി പെട്ടോന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഇതല്ല ഇമ്പ്രൂവ്മെന്റ്. പിന്നത്തെ തുടങ്ങിയിട്ട് ഒരു സാധനം ചെയ്തൊരു ഇത്തിരി രസമായിട്ടൊരു സാധനം പറഞ്ഞ് അത് ചെയ്യാൻ പറഞ്ഞപ്പോൾ വെരി ഗുഡ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. പിന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ എന്തെങ്കിലും പറഞ്ഞു, ഇല്ല ഓക്കെ ഓക്കെ വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അതിൻ്റെ അകത്ത് ഒരു സീൻ എടുത്തപ്പോൾ ആ സീനെ കുറിച്ച് പറഞ്ഞു. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേറെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു സീൻ എടുത്തു. ആ സീൻ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് മുമ്പ് നമ്മൾ വേറൊരു സീൻ എടുത്തില്ലേ, ആ സീൻ ഇതിന് ശേഷം വരുന്ന സീനാണ്. അത് ഞാൻ പറഞ്ഞില്ല, പറയാതിരുന്നതാണ്. കാരണം അപ്പോൾ കിട്ടുന്ന ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ വേറെ ആയിരിക്കും. ഇത് ചെയ്ത് ഇങ്ങനെ ചെയ്താണ്. അങ്ങനെ ഓരോന്നിങ്ങനെ നോൺ ലീനിയർ ആയിട്ടൊക്കെ സീൻ എടുത്തു. അദ്ദേഹത്തിന്റെ സംഗീതം ഭയങ്കര പ്ലാൻഡ് ആയിട്ട് ഒരു എക്സിക്യൂഷൻ ആയിരുന്നു അല്ലേ? അതിന്റെ ഒരു വ്യത്യാസമൊക്കെ ശരിക്കും ചെയ്യാൻ പറ്റും നമുക്ക് ഇതിൻ്റെ അകത്ത്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഇതൊരു വലിയ സിനിമയാണെന്ന് മാത്രമല്ല